നല്ലവരും വിശ്വസ്തരുമായ ആളുകൾ ഇപ്പോഴും കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യവുമായി പലരും ബുദ്ധിമുട്ടുന്നു, പ്രത്യേകിച്ച് അവരുടെ വാർദ്ധക്യത്തിൽ. ദൈവത്തെ സേവിച്ചും വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചും മറ്റുള്ളവരെ സഹായിച്ചും ആളുകളെ സ്നേഹിച്ചും നീതിയിൽ നടന്നും ജീവിതം ചെലവഴിച്ച ഒരാളെ ജീവിതത്തിന്റെ അവസാനത്തോടടുത്ത് അവരിപ്പോഴും രോഗമോ വേദനയോ ഏകാന്തതയോ ബുദ്ധിമുട്ടോ അനുഭവിക്കുന്നത് നാം കണ്ടേക്കാം. മാനുഷിക വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ അത് അന്യായമായി തോന്നാം. പക്ഷേ കഷ്ടപ്പാടെല്ലായ്പ്പോഴും ദൈവത്തിന്റെ അപ്രീതിയുടെ അടയാളമല്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. രോഗവും ബലഹീനതയും മരണവും എല്ലാവരെയും നീതിമാന്മാരെ പോലും ബാധിക്കുന്ന ഒരു വീണുപോയ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. തിരുവെഴുത്തിലുടനീളം ദൈവത്തിന്റെ വിശ്വസ്തരായ നിരവധി ദാസന്മാർ വളരെയധികം കഷ്ടപ്പെട്ടു. ഇയ്യോബിനെ കുറ്റമറ്റവനെന്ന് വിളിച്ചിരുന്നു, പക്ഷെ അവൻ ആഴമായ വേദനയും നഷ്ടവും സഹിച്ചു. പൗലോസ് അപ്പോസ്തലൻ തടവ്, പീഡനം, ശാരീരിക ക്ലേശം എന്നിവ അനുഭവിച്ചു. യേശുക്രിസ്തു പോലും തിരസ്കരണവും ദുഃഖവും കുരിശും അനുഭവിച്ചു. തന്റെ ജനത്തെ ശുദ്ധീകരിക്കാനും അവരുടെ വിശ്വാസം ആഴപ്പെടുത്താനും മറ്റുള്ളവർക്കൊരു സാക്ഷ്യമായി തീരാനും ദൈവം പലപ്പോഴും കഷ്ടപ്പാട് ഉപയോഗിക്കുന്നു. വേദനയിലൂടെ ദൈവത്തിൽ വിശ്വസിക്കുന്നത് തുടരുന്ന ഒരു വിശ്വാസി യഥാർത്ഥവും ശക്തവുമായ വിശ്വാസം പ്രകടിപ്പിക്കുന്നു. ചിലപ്പോൾ കഷ്ടപ്പാട് ഒരിക്കലും ആശ്വാസത്തിന് കഴിയാത്ത വിധത്തിൽ ദൈവത്തെ ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നു. ഈ ഭൂമി നമ്മുടെ അവസാന ഭവനമല്ലെന്നും നമ്മുടെ ആത്യന്തിക പ്രതിഫലം താൽക്കാലിക ആശ്വാസത്തിലല്ല, മറിച്ച് ക്രിസ്തുവിനോടൊപ്പമുള്ള നിത്യജീവനിലാണെന്നും ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവർ കാണാത്തപ്പോൾ പോലും ദൈവം എല്ലാ പ്രാർത്ഥനയും എല്ലാ ത്യാഗങ്ങളും എല്ലാ വിശ്വസ്ത പ്രവർത്തികളും കാണുന്നു. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ വിജയം കഷ്ടപ്പാടില്ലാതെ ജീവിക്കുന്നതല്ല, മറിച്ച് അവസാനം വരെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക എന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു സൂക്ഷിച്ചു. അതുപോലെ കഷ്ടപ്പെടുന്ന വിശ്വസ്ത വിശ്വാസികളെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല, മറിച്ച് എല്ലാ പരീക്ഷണങ്ങളിലൂടെയും അവൻ അവരോടൊപ്പം നടക്കുന്നു. അവരുടെ കഷ്ടപ്പാട് താൽക്കാലികമാണ്, എന്നാൽ നിത്യതയിൽ അവരെ കാത്തിരിക്കുന്ന മഹത്വം ശാശ്വതമാണ്.